10 മാസത്തിലേറെയായി തുടരുന്ന ഇസ്രായേൽ യുദ്ധത്തിൽ പരിക്കേറ്റവരും അംഗവൈകല്യം വന്നവരുമായ ഇസ്രായേലി സൈനികരെ സന്ദർശിക്കാൻ അപൂർവമായൊരു അതിഥിയെത്തി. ഇരുകാലികളും കൈകളുമില്ലാതെ ജനിച്ച് ലോകത്തിന് തന്നെ അത്ഭുതമാവുകയും പ്രചോദനാത്മക ജീവിതത്തിലൂടെയും പ്രഭാഷണങ്ങളിലൂടെയും അനേകർക്ക് പ്രത്യാശ പകരുകയും ചെയ്യുന്ന ക്രിസ്ത്യൻ പ്രഭാഷകൻ നിക് വുജിസിച്ചാണ് ടെൽ അവീവിനടുത്തുള്ള ഷബ മെഡിക്കൽ സെൻറ്റർ സന്ദർശിച്ചത്. യുദ്ധത്തിൽ പരിക്കേറ്റ നിരവധി സൈനികർ ചികിത്സ തേടിയെത്തുന്നത് ഇവിടെയാണ്. 2023 ഒക്ടോബർ 7 മുതൽ തുടരുന്ന യുദ്ധത്തിൽ ഏകദേശം 4000 ഇസ്രായേൽ സൈനികർക്ക് പരിക്കേറ്റിട്ടുണ്ട്. പലർക്കും ജീവിതത്തെ മാറ്റിമറിക്കുന്ന പരിക്കുകൾ. കൈകാലുകൾ അറ്റുപോയവർ, പൊള്ളലേറ്റവർ, എഴുന്നേറ്റ് നടക്കാനാവാത്തവർ തുടങ്ങി നിരവധി സൈനികർ ഈ ആശുപത്രിയിലുണ്ട്. മുമ്പോട്ടുള്ള ജീവിതം പലരുടെയും മുമ്പിൽ ഒരു ചോദ്യചിഹ്നമാണ്. എന്നാൽ ഇപ്പോഴത്തെ സാഹചര്യങ്ങളുടെ സമ്മർദ്ദം അവരുടെ ജീവിതം നശിപ്പിക്കാൻ അനുവദിക്കരുതെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ടായിരുന്നു നിക്കിൻ്റെ സന്ദർശനം. നമ്മൾ വ്യത്യസ്തരാകുമ്പോൾ എല്ലാവരും നോക്കുന്നത് നമ്മളെയാണ്. നമ്മൾ ഇപ്പോഴും ജീവിക്കുന്നു, പുഞ്ചിരിക്കുന്നു. മനസ്സാന്നിധ്യം കൈവിടാത്തിടത്തോളം കാലം നമ്മെ ആർക്കും തോൽപ്പിക്കാൻ കഴിയില്ലെന്ന് നിക്ക് പറഞ്ഞു. ഈ സമയത്ത് ഇവിടെ ആയിരിക്കുക എന്നതും എല്ലാവരിലും വിശ്വാസത്തിൻ്റെയും പ്രത്യാശയുടെയും വിത്തുകൾ പാകുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ഇപ്പോഴാണ് നമ്മുടെ പിന്തുണയും സ്നേഹവും നാം കാണിക്കേണ്ടതെന്നും നിക്ക് കൂട്ടിച്ചേർത്തു. തൻ്റെ അമ്മ ഒരു നേഴ്സായിരുന്നുവെന്നും ഇവിടെയുള്ള ഡോക്ടർമാരോടും നഴ്സുമാരോടും തനിക്ക് ബഹുമാനമുണ്ടെന്നും നിക്ക് പറഞ്ഞു. ഗാസ മുനമ്പിൽ 91 ദിവസത്തെ പോരാട്ടത്തിന് ശേഷം ബോംബുകൾ നിർവീര്യമാക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് 23-കാരനായ ഒമ്രി റൊസൻബ്ലിക് എന്ന സൈനികന് ഗുരുതരമായി പരിക്കേറ്റത്. സ്ഫോടനത്തിൽ അദ്ദേഹം ഇരുന്ന കെട്ടിടം തകർന്നെങ്കിലും ഗുരുതരമായ പൊള്ളലേറ്റ ഒമ്രിക്ക് ജീവൻ നഷ്ടമായില്ല. ഇടതുകാൽ നഷ്ടപ്പെട്ട് ആശുപത്രിയിലാണ് ഒമ്രി ഇപ്പോൾ. നിക്കിൻ്റെ വാക്കുകൾ തനിക്ക് പ്രതീക്ഷ നൽകുന്നതായി ഒമ്രി പറഞ്ഞു. എനിക്കൊരു അവയവമേ നഷ്ടപ്പെട്ടിട്ടുള്ളൂ. നിക്കിനെ പോലൊരാൾക്ക് കരിയറും അതിശയകരമായ ജീവിതവും ലഭിച്ചെങ്കിൽ തനിക്കും പ്രതീക്ഷയ്ക്ക് വകയുണ്ടെന്ന് ഒമ്രി പറഞ്ഞു. യഹൂദന്മാരെയും ക്രിസ്ത്യാനികളെയും കൊന്നൊടുക്കുക എന്നതാണ് ഇപ്പോഴത്തെ യുദ്ധത്തിൻ്റെ ഏക ലക്ഷ്യമെന്ന് ഇവർ പറയുന്നു. ഇത് യഥാർത്ഥത്തിൽ തീവ്രവാദമാണ്. ക്രിസ്ത്യാനികളും യഹൂദരും ഒരുമിച്ചുകൂടി പ്രാർത്ഥിക്കേണ്ട സമയമാണിതെന്നും നിക്ക് പറയുന്നു.